യെസ്, ഇനിയിപ്പോൾ തൃശൂർ മരത്താക്കരയിലേക്ക് കൂടെ പോകുമ്പോൾ അവിടെ നിന്നും വൻ തീപിടുത്തത്തിന്റെ വാർത്തകൾ തന്നെയാണ്. ഡീറ്റെയിൽ എന്ന ഫർണിച്ചർ കടയ്ക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകളെത്തി തീയണച്ചു. അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജിൽസി, തീർച്ചയായും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എറണാകുളം തൃശ്ശൂർ ദേശീയപാതയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ഡീറ്റെയിൽ എന്ന് പറയുന്ന സ്ഥാപനമുള്ളത്. ഈ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി തീ നിയന്ത്രണം വിധേയക്കാൻ സാധിച്ചു. എന്തായാലും ഉദ്യോഗസ്ഥർ ചേരുന്നുണ്ട്. സാർ, എന്താണ് നമുക്ക് ഒരു പ്രാഥമികമായി ലഭിക്കുന്ന വിവരം? ഇത് പ്രാഥമികമായിട്ട് നിലവിലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സുകൾ ഒരുപാടുണ്ട്. അപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പരിശോധിച്ചതിന് മാത്രമേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിച്ചതിന് മാത്രമേ ഇത് ഷോർട്ട് സർക്യൂട്ടാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. വലിയ രീതിയിൽ, അതായത് പൂർണ്ണമായിട്ടുള്ളൊരു കത്തിനശിക്കൽ ഉണ്ടായിട്ടില്ല? അല്ല, പൂർണ്ണമായിട്ടൊരു കത്തിനശിക്കൽ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ മേൽക്കൂര അടക്കമുള്ള സംഭവം നിലംപതിക്കാവുന്ന രീതിയിലുള്ള കത്തലുണ്ടാവുമായിരുന്നു. പക്ഷേ എന്നാൽ കറക്റ്റ് സമയത്ത് നമുക്ക് ഫയർഫോഴ്സ് യൂണിറ്റിനെ അറിയിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 6ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തുകയും ഏകദേശം 70,000 ലിറ്റേഴ്സ് നമ്മൾ വാട്ടർ പമ്പ് ചെയ്തതിന് ശേഷം ഫയർ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും വില കൂടിയ ഫർണിച്ചറുകളും ഇൻറ്റീരിയർ ഡിസൈനുകളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആക്യുറേറ്റ് എത്ര എന്നുള്ളത് അവരുടെ സ്റ്റോക്കും റെസിപ്റ്റുകളും മറ്റു കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ആക്യുറേറ്റ് പ്രതി ഏകദേശം 1 കോടിയുള്ള നഷ്ടം കണക്കാക്കും. നമുക്ക് 7 യൂണിറ്റോളം കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടല്ലേ? ഇത് അതെ കൊണ്ടുവരേണ്ടി. യെസ്, അത്ര വലിയൊരു തീപിടുത്തമായിരുന്നു. ഏകദേശം 40ഓളം ജീവനക്കാരുണ്ടായിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് BA സെറ്റ് ധരിച്ച്, BA സെറ്റ് എന്ന് പറഞ്ഞാൽ പുക നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സിലിണ്ടർ ഉൾപ്പെടെയുള്ള സംഭവം ധരിച്ചാണ് അകത്തേക്ക് കയറേണ്ടത്. അപ്പോൾ അത്തരം കൃത്രിമമായിട്ട് വരെ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇതിനകത്തുള്ളിലേക്ക് കയറിയത്. ജീവനക്കാരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നില്ല? അല്ലെ, ജീവനക്കാരൊന്നും നമ്മൾ വരുന്ന സമയത്ത് കണ്ടില്ല. പക്ഷേ എന്നാൽ ഫയർ ഫൈറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ആ സമയത്തുണ്ടായി. ഇതിനകത്തുള്ളിൽ ജീവനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ജിൽസി, അത് തന്നെയാണ്. എന്തായാലും ഇതിനുള്ളിൽ പൂർണ്ണമായും കത്തിച്ചിട്ടുണ്ട്. ഈ മഴ കൂടി ഇവർക്ക് ഈ തീപിടുത്തം നിയന്ത്രണവിധേയമാക്കാൻ മഴ കൂടി സഹായകമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40ഓളം ജീവനക്കാരുള്ളതാണ് ഈ ബിൽഡിംഗ്. അതായത് ഗോഡൌണും അതുപോലെ തന്നെ ഈ സ്ഥാപനവും, വിൽപ്പന നടത്തുന്ന സ്ഥാപനവും ഒരുമിച്ച് തന്നെയാണ്. ഇതിന് പുറകിലേക്കുള്ള നിരവധിയായ വീടുകളുണ്ട്. ഈ ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം തന്നെ ഒഴിവായതെന്ന് പറയേണ്ടി വരും. ജിൽസി, ശരി, എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഭീകരത മനസ്സിലാകാം. വലിയ നാശനഷ്ടങ്ങളാണ് ആ ഫർണിച്ചർ കടയിൽ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അഖിൽ നൽകിയത്.